എപ്പോഴും ഓരോ സാഹചര്യത്തിന്റെ അനുസൃതമായ നിലപാടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു നിലപാടുണ്ട്. ആ നിലപാടാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ടതല്ല. യുദ്ധത്തോടുള്ള ഒരു പൊതു സമീപനം, അതാണ് സ്വരാജ് പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന്റെ സൈബർ ആക്രമണം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഏപ്രിൽ 22 അവിടെ ഭീകരവാദികൾ 26 പേരെ വെടിവെച്ചു. ആ വെടിവെച്ച് വെടിയേറ്റ് മരണപ്പെട്ടത് കൊച്ചിയിലെ രാമേന്ദ്രൻ. അദ്ദേഹത്തിന്റെ മകൾ ആരതി അവരുടെ പിഞ്ച് മക്കളുമായി പൈൻകാടുകളിലൂടെ കൂടി അവരെ സഹായിക്കാൻ കാശ്മീരി യുവാക്കൾ തയ്യാറാണ്. കാശ്മീരി കുടുംബങ്ങൾ തയ്യാറാണ്. അവര് പറഞ്ഞത് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ കാശ്മീരി കുടുംബങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളായി. 2 യുവാക്കൾ ഇവരെ സഹായിക്കാൻ, എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അത് അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. മുസ്ലിം കുടുംബങ്ങളിൽ പെട്ടവരാണ് അവർ. അതാണ് അതിന്റെ പ്രത്യേകത. ഈ നിലപാട് അവർ പറഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില സംഘങ്ങൾ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ? അത് മനുഷ്യത്വപരമാണ്. അപ്പോ അത്തരത്തിലുള്ള ചില തെറ്റായ രീതികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട്. തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കണം. തെറ്റായ വാർത്തകളിൽ ആരും കുടുങ്ങാൻ പാടില്ല. അപ്പം ഇവിടെ ഉള്ള ഒരു മീഡിയ സംവിധാനം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ മീഡിയ സംവിധാനം ഉപയോഗിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനും അവർ സജ്ജമായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ തെറ്റായ രീതിയിൽ ചിലർ ഇടപെടുന്നുണ്ട്. അത് പൊതുവെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് സ്വരാജിന്റെ പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയയിലെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്.